കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് കേരളത്തിൽ മാത്രം നടക്കുകയാണ്. പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച സംസ്ഥാനത്തെ KSRTC അടക്കം സർവീസ് നിർത്തിവച്ചിരിക്കുകയാണ്. ഇതോടെ യാത്രക്കാർ വരികയാണ്. ഇതിനിടെ ഒരു മനോഹരമായ ഒരു കാഴ്ച, രസകരമായ ഒരു കാഴ്ച, ആ കാഴ്ചയുടെ ഒരു ചിത്രം അത് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ്. ഹെൽമറ്റ് ധരിച്ച KSRTC ബസ് ഓടിച്ച ഡ്രൈവറുടെ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ, ചിത്രം മാത്രമല്ല വീഡിയോ ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രചരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം വകുപ്പ് മന്ത്രി ഗണേഷ് കുമാറും അതുപോലെ തന്നെ സംഘടനാ നേതാക്കളും തമ്മിൽ ഭയങ്കര ശക്തമായ വാക്പോരും തർക്കങ്ങളും ഒക്കെയാണ് നടന്നത്. ആ സമയത്ത് മന്ത്രി പറഞ്ഞിരുന്നു, എന്ത് വന്നാലും വണ്ടി KSRTC നിരത്തിൽ ഇറക്കും, KSRTC ഓടിയിരിക്കും, ഒരാൾക്കും തടയാൻ സാധിക്കുകയില്ല. ഇനി ഡ്യൂട്ടിക്ക് കയറാത്തവർക്ക് ആ ദിവസത്തെ ശമ്പളം കട്ടിയും ഡയസ്നോടൊക്കെ പ്രഖ്യാപിച്ചു. അത്രമാത്രം ശക്തമായ വാഗ്വാദങ്ങൾ നിലനിന്നിരുന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഇപ്പോൾ ഒരു വണ്ടി പോലും ഓടാത്തൊരു അവസരത്തിലേക്ക് പോയത്. പക്ഷെ ഇതെല്ലാം കേട്ട് മന്ത്രി പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാകുമെന്നുള്ള പ്രതീക്ഷയിൽ രാവിലെ ഒരു ദിവസത്തെ ശമ്പളം പോലും പോകരുത് എന്ന ആഗ്രഹത്തോടു കൂടി ജോലിക്ക് വന്ന ഒരു ഡ്രൈവറാണ്. പക്ഷേ തല അതെന്തായാലും നമുക്ക് സുരക്ഷിതമായി അവിടെ വേണമല്ലോ. ഇന്നൊരു ദിവസം അങ്ങ് പോവും, ഒരു ദിവസത്തെ ശമ്പളം കിട്ടും, പണിമുടക്ക് അതിന്റെ വഴിക്ക് പോവും. പക്ഷെ നാളെ നമുക്ക് വീണ്ടും തല വേണമല്ലോ എന്നുള്ള ആ ഒരു ഓർമ്മയിൽ അല്ലെങ്കിൽ ആ ഒരു ബോധ്യത്തിൽ അദ്ദേഹം ഹെൽമെറ്റുമായിട്ട് വണ്ടി ഓടിക്കാൻ വന്നത് വളരെ രസകരമായ ഒരു കാഴ്ചയാണെങ്കിൽ പോലും അത് നൽകുന്നത് ഒരു ശക്തമായ സന്ദേശമാണ്. എന്തൊക്കെയായാലും ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് പറയുന്ന അക്ഷരം പ്രതി അനുസരിക്കാൻ പോകുമ്പോഴും നമ്മുടെ സുരക്ഷയാണ് മുഖ്യം എന്നുള്ളത്. പത്തനംതിട്ടയിൽ നിന്നും കൊല്ലത്തിന് സർവീസ് പോയ ബസ്സിലെ ഡ്രൈവർ ഷിബു തോമസ് ആണ് ഹെൽമറ്റ് ധരിച്ച് വണ്ടി ഓടിച്ച് വ്യത്യസ്തനായത്. സമരാനുകൂലികളുടെ ആക്രമണം ഭയന്നാണ് ഹെൽമറ്റ് ധരിച്ചുള്ള ഷിബുവിന്റെ ബസ് ഡ്രൈവിംഗ്. ഈ ബസ് അടൂരിൽ സമരാനുകൂലികൾ തടഞ്ഞു. സർവീസ് നടത്താൻ തയ്യാറായ KSRTC ബസ്സുകൾ തടഞ്ഞതോടെ പലയിടത്തും ജനം പെരുവഴിയിലായിരിക്കുകയാണ്. സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിലാണ് ദേശീയ പണിമുടക്ക് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ചൊവ്വാഴ്ച അർദ്ധരാത്രി പണിമുടക്ക് ആരംഭിച്ചു. പശ്ചിമ ബംഗാളിലും പണിമുടക്ക് ശക്തമാണ്. പണിമുടക്ക് പൊതുഗതാഗത സംവിധാനങ്ങളെ ബാധിച്ചു എങ്കിലും സ്വകാര്യ വാഹനങ്ങൾ സർവീസ് നടത്തുന്നു എന്നാണ് ചിലയിടത്തു നിന്ന് വരുന്ന വിവരങ്ങൾ. കേരളത്തിൽ പണിമുടക്കിനെ പിന്തുണയ്ക്കുന്ന പാർട്ടിയാണ് ഭരണത്തിൽ എങ്കിലും സംസ്ഥാന സർക്കാർ ഡയസ്നോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജീവനക്കാർ ജോലിക്ക് ഹാജരാകാതെ പണിമുടക്കിൽ പങ്കെടുക്കുന്നത് ഡയസ്നോണായി കണക്കാക്കും എന്നാണ് പുറത്തുവന്നിരിക്കുന്ന ഉത്തരവ്. കാലിക്കറ്റ് MG കേരള കുഫോ സർവകലാശാല ബുധനാഴ്ച നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചിരിക്കുകയാണ്. എന്തൊക്കെയായാലും ശരി, വകുപ്പ് മന്ത്രി അതായത് KV ഗണേഷ് കുമാർ പറഞ്ഞതുപോലെ ഒന്നും നടന്നില്ല. അദ്ദേഹത്തിന് വലിയ ഒരു തിരിച്ചടിയാണ് സംഘടനാ നേതാക്കൾ കൊടുത്തത്. അദ്ദേഹം പറഞ്ഞെടുത്തൊന്നും KSRTC നിന്നില്ല. KSRTC എല്ലാം കട്ടപ്പുറത്ത് തന്നെ ഇരിക്കുകയാണ്. അത് ഒരുപാട് പേർക്ക്, യാത്രക്കാർക്കും ഒക്കെ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇന്ന് ഡയസ്നോൺ ഉള്ളത് കൊണ്ട് തന്നെ പലർക്കും ഓഫീസുകളിൽ എത്താൻ സാധിക്കാതെ വന്നതും ഈ KSRTCയുടെ സമരം കൊണ്ട് തന്നെയാണ്. അത്തരത്തിലൊരു സാഹചര്യത്തിൽ പോലും എന്തു വന്നാലും തന്റെ തല സംരക്ഷിച്ചിട്ടായാലും താൻ ജോലി എടുത്തിരിക്കും എന്ന ആ ഒരു ദൃഢനിശ്ചയത്തോടു കൂടി ഷിബു തോമസ് എന്ന KSRTC ഡ്രൈവറുടെ ഈ ചിത്രം വൈറലാകുന്നത്. എന്തൊക്കെയായാലും നമ്മുടെ കേരളത്തിൽ മാത്രമേ ഇതൊക്കെ നടക്കുകയുള്ളൂ. ഇത്തരം പണിമുടക്ക് രാജ്യവ്യാപകമായി പ്രഖ്യാപിച്ചാലും നമ്മുടെ നാട്ടിൽ ആ പണിമുടക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ ഇല്ല എങ്കിൽ പോലും നമ്മുടെ നാട്ടിൽ അതൊക്കെ നടക്കും. അത്രമാത്രം ഒരു ഗതികെട്ട രീതിയിലാണ് നമ്മുടെ നാട്ടിലെ ഭരണവും സംഘടനാ പ്രവർത്തനവും പോകുന്നത് എന്നുള്ളത് ഒരിക്കൽ കൂടി വ്യക്തമാവുകയാണ് ഇന്നത്തെ ഈ പണിമുടക്കിലൂടെ. ന്യൂസ് ഡെസ്ക് കർബാനസ്.